പ്രണയാംശം. രചന ശ്രീയക്കു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ പൂനൂർ. ലച്ചു പിറുവിർക്കുന്ന ദൈവം കേട്ടിട്ടാണോ അതോ ആകാശിന്റെ സമയദോഷം കൊണ്ടാണോ എന്നറിയില്ല. കൃത്യമായി അവൻ ആ സമയത്ത് തന്നെ അവിടെ അടുത്തു വന്നിരുന്നു. അത് കണ്ടതും ചുടലഭദ്രകാളിയെ പോലെ അവളുടെ മുഖം ചുമന്നു തുടുത്തു. ഒപ്പം അവനെ കടിച്ചു കീറാൻ പാകത്തിന് അവൾ അവന്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. ഇന്ന് ലച്ചുവിനോട് തന്റെ പ്രണയങ്ങളിൽ തുറന്നു പറയണമെന്നുള്ളതുകൊണ്ട് ആകാശ് അത്ര നേരം അവളുടെ മുഖത്തേക്ക് നോക്കാതെ സ്വയം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നതിനാൽ തന്നെ അവളുടെ തുറിച്ചു നോട്ടമൊന്നും അവൻ കണ്ടിരുന്നില്ല. എന്നാൽ അതേസമയം തന്റെ അടുത്ത് വന്നിരുന്നിട്ടും തന്നെ ഒന്ന് നോക്കുകൂടി ചെയ്യാതിരിക്കുന്നവനെ കണ്ട് ലച്ചുവിന്റെ ടെമ്പർ തെറ്റി. ഇതൊന്നും അറിയാതെ അവൻ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് കിട്ടിയ ധൈര്യത്തിൽ അവളുടെ നേരെ തിരിഞ്ഞ് പുഞ്ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് പറയാൻ തുടങ്ങുമ്പോഴാണ് അവളുടെ മുഖഭാവം കണ്ടത്. അതോടുകൂടി അവൻ പറയാൻ വന്ന വിക്കി. ലച്ചു. അവന്റെ വിക്കിക്കൊണ്ടുള്ള ശബ്ദം കേട്ടതും ലച്ചു കണ്ണടച്ച് ദേഷ്യമോ നിയന്ത്രിച്ച് അവന് പറയാനൊരു അവസരം നൽകി. എന്നാൽ അവനാകട്ടെ അപ്പോഴത്തെ ലച്ചുവിന്റെ ഭാവത്തിൽ അടിമുടി വിറഞ്ഞു പോയിരിക്കുകയായിരുന്നു. അതിനാൽ തന്നെ അത്ര നേരം സ്വരുക്കൂട്ടി വെച്ചിരുന്ന ധൈര്യമെല്ലാം ചോർന്നുപോയി. ഒപ്പം താൻ എന്താണ് അവളോട് പറയാൻ വന്നതെന്നും മറന്നുപോയി. എന്തിനാ വിളിച്ച്? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ശാന്തമായിരുന്നു അപ്പോഴത്തെ അവളുടെ സ്വരം. ആ നിമിഷം അവളുടെ മനസ്സിൽ തുഷാരയോ അവളുടെ പെരുമാറ്റമോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആകാശവും അവന്റെ പ്രണയവും മാത്രമായിരുന്നു അവളുടെ ഉള്ളു നിറയെ. അത് അവനിൽ നിന്ന് തന്നെ കേൾക്കാൻ വേണ്ടി അവൾ അവനിൽ തന്നെ മിഴിയർപ്പിച്ച് കാതോർത്തിരുന്നു. എനിക്കൊന്നും പറയാനില്ല. ഞാൻ വെറുതെ ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോൾ വന്നിരുന്ന. അവന്റെ മറുപടി കേട്ട് അവളുടെ മുഖം മങ്ങിയെങ്കിലും വീണ്ടും പ്രതീക്ഷയോടെ അവനെ നോക്കി. അല്ല, എന്നോട് പറയാൻ വന്നില്ലേ? അതെന്താണെന്ന് പറ. ഏയ് ഞാനോ? ഇല്ലല്ലോ, നിനക്ക് തോന്നിയതാവും. അതുകൂടി കേട്ട് ലച്ചു വീണ്ടും പഴയപടിയായി. ഇനി അവനോട് മര്യാദ ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും അവൾ അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. പറയണോ, തനിക്കൊന്നും പറയാനില്ലേ? ദൈവമേ, ഇവൾക്ക് കാര്യമായിട്ടെന്തോ പറ്റിയിട്ടുണ്ടെന്നാ തോന്നുന്നു. കണ്ടില്ലേ ദേഹോപദ്രവം ചെയ്യുന്നു. ഇല്ലേന്ന്. ഇവള് ഇത്ര ടെററായി നിൽക്കുകയാണെങ്കിൽ എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാലോ? എന്താണെങ്കിലും അവൾ എന്റെ കുത്തിന് പിടിച്ചേക്കുക. അപ്പൊ ഇതിന്റെ കൂടെ അതുകൊണ്ട് പറഞ്ഞാൽ കിട്ടാനുള്ള ഒരെണ്ണത്തിൽ ഒതുങ്ങുമല്ലോ. അവനങ്ങനെ പലതും കണക്കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലച്ചു വീണ്ടും അവനോട് ചോദ്യം ആവർത്തിച്ച്. അവസാനമായിട്ട് ചോദിക്കുക, എന്തെങ്കിലും പറയാനുണ്ടോ? അവൾ അവനെ ഒന്നുകൂടി പിടിച്ചു വെച്ചുകൊണ്ട് ചോദിച്ച് അവനിൽ നിന്നും പിടിവിട്ടു. അവനാണെങ്കിൽ ആ സമയം അവളുടെ കണ്ണിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവനിൽ നിന്നും മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് ലച്ചു കണ്ണിൽ നിറഞ്ഞ നീർമുത്തുകളെ പുറത്തേക്ക് ഒഴുകാൻ അനുവദിക്കാതെ അവനിൽ നിന്നും വെട്ടിത്തിരിഞ്ഞ് പോവാൻ തുടങ്ങിയതും അവനൊരു വലിക്ക് അവൾ അവനോട് ചേർത്തിരുത്തി. എനിക്ക് പറയാനുണ്ടടി പെണ്ണേ. എന്താണെന്നോ, എനിക്ക് ഈ കാന്താരിയെ ഒരുപാട് ഇഷ്ടമാണെന്നോ, ഒരുപാട് പ്രണയമാണെന്ന്. ആകാശ് അവൾ ഇരുകൈകളാലും പൊതിഞ്ഞു പിടിച്ച് അവളുടെ കാതിനരികിലായി പതിഞ്ഞ സ്വരത്തിൽ ഇത് പറഞ്ഞതും അവൾ കലങ്ങിയ കണ്ണുകളോട് അവനിൽ നിന്ന് കുതറിമാറാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അതിനനുവദിക്കാതെ അവൾ അവനെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. അടങ്ങിയിരിക്കടി കാന്താരി, ഞാനൊന്ന് ചോദിക്കട്ടെ. നിന്നോട് ഇഷ്ടമാണോ ചോദിക്കാൻ പോവുകയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. അത് ഞാൻ ചോദിക്കുന്നില്ല. കാരണം എനിക്കറിയാം ഈ പെണ്ണിന് എന്നെ ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് വേറെ കാര്യം ചോദിക്കട്ടെ, എന്തിനാ എൻ്റെ പെണ്ണ് ഇത്ര നേരെ മുഖം വീർപ്പിച്ചിരുന്നു? അത് പറ. ആകാശ് ചോദിക്കുന്നേട്ട് അവൾ അവനെ മിഴികൾ ഉയർത്തി നോക്കി. അവന്റെ കണ്ണിലെ പ്രണയവും ചുണ്ടിലെ കുസൃതിച്ചിരിയും കണ്ടപ്പോൾ തന്നെ അവൻ ഇത്ര നേരം തന്നെ കളിപ്പിച്ചാണെന്ന് അവൾക്ക് മനസ്സിലായി. അതോടെ അവൾ അവന്റെ നെഞ്ചിൽ ഇടിക്കാനും മാന്താനും നുള്ളാനൊക്കെ തുടങ്ങി. അതിനെ തടയാനെന്നോണം ആകാശ് അവളുടെ ഇരുകൈകളും തന്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞ് പിടിച്ചു. അടിക്കാതടി കുട്ടിപ്പിശാശേ. നിങ്ങൾ അടിക്കല്ല, കൊല്ലിയാ വേണ്ട. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചായിരുന്നു അല്ലേ? അതേളോ, എൻ്റെ ഈ ചൂടത്തി പെണ്ണിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്തു തന്നെയാണ്. കാരണം എന്താണെന്നറിയോ? ദേഷ്യം വരുമ്പോഴേ എൻ്റെ ഈ പെണ്ണിനെ കാണാൻ വല്ലാത്തൊരു ചേല. അവനവളെ ചേർത്തിരുത്തിക്കൊണ്ട് നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് ഇത് പറഞ്ഞതും ലച്ചു അവളുടെ നെറ്റി കൊണ്ട് അവൻ്റെ നെറ്റിയിൽ ആഞ്ഞൊരു ഇടി കൊടുത്തു. അങ്ങനെ ദേഷ്യം കാണാൻ ചെയ്താണെന്ന് പോലും. കുറച്ചുകൂടി കഴിച്ചെങ്കിൽ തന്നെ ഞാൻ ഇടിച്ച് സൂപ്പാക്കിയേനെ. എൻ്റെ അമ്മോ, ഇത്രയൊക്കെ വേണോടി. നിന്റെ അച്ചേട്ടൻ പാവലടി പെണ്ണേ. ഓ, ഒരു കൊക്കിയാറ്റം വന്നേക്കിനും. നിങ്ങൾക്ക് ഞാൻ ഓങ്ങി വെച്ചേക്കായിരുന്നു മനുഷ്യ. നിങ്ങൾ എന്തിനാ പെണ്ണിൻ്റെ അടുത്ത് തൊട്ടൊരുമിരിക്കാൻ പോയത്? ഓഹോ, അതാണ് എൻ്റെ ലച്ചുക്കുട്ടൻ്റെ മുഖം ഇങ്ങനെ വീർക്കാൻ കാരണം. അവനോട് വീർത്തിരിക്കുന്ന കവളിൽ വിരൽ കുത്തിക്കൊണ്ട് ചോദിച്ചു. അവൾ അവനെ നോക്കി ചുണ്ടുകൂട്ടി. പിണങ്ങാതടി വേണ്ടേ, അവള് ഞങ്ങളുടെ ഫ്രണ്ടല്ലേടി. അപ്പോൾ അവൾ അങ്ങനെ മാറ്റിയിരുത്തുന്നത് ശരിയല്ലല്ലോ. വേണ്ട, നിങ്ങൾ മാറ്റിയിരുത്തേണ്ട. അവളെ പിടിച്ച് മടിയിലിരുത്തിക്കോ. ഞാനങ്ങ് പോയേക്കാം. അങ്ങനെയൊക്കെ മാറ്റിയിരുത്താൻ പറ്റില്ല പോലും. ആകാശവാണി. ആകാശിനെ പിടിച്ചെള്ളി മാറ്റിക്കൊണ്ട് അവൾ ഇതും പിറുപിറുത്തോണ്ട് അകത്തേക്ക് കയറിപ്പോയി. അതുകൊണ്ട് ആകാശ തലക്ക് കൈ കൊടുത്തിരുന്നു. എൻ്റെ ദൈവമേ, പ്രപ്പോസ് ചെയ്ത ദിവസം തന്നെ നീ ബ്രേക്കപ്പ് ആക്കിയല്ലോ. ആകാശ് അവൾ പോയ വഴിയെ നോക്കി പരിതപിച്ചുകൊണ്ട് ഇനി പിണക്ക് എങ്ങനെ മാറ്റാമെന്ന ചിന്തയിലാണ്ടു. ഇതേ സമയത്ത് കാശിയും ആകാശം ഓരോ വഴിക്ക് പോയതും തുഷാരയ്ക്ക് പിന്നെ അവിടെ ഇരിക്കാൻ വല്ലാത്ത മടുപ്പ് തോന്നി. അത് മനസ്സിലാക്കിയ പോലെ കാശിയുടെ അച്ഛൻ അവളോട് ഫ്രഷായി കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ഗസ്റ്റ് റൂമിലേക്ക് പറഞ്ഞയച്ചു. അവൾക്ക് ആ സമയം ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നുകൊണ്ട് അവൾ മറുത്തൊന്നും പറയാതെ വേഗം അവിടുന്ന് എഴുന്നേറ്റ് പോയി. എന്നാൽ മുറിയിലെത്തിയത് അവൾ തന്റെ ലഗേജുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് കട്ടിലേക്ക് ഇരുന്ന് മുഖം പൊത്തി കരയാൻ തുടങ്ങി.
കുറച്ചു നേരം അതേ ഇരിപ്പതിനെ തുടർന്നെങ്കിലും പെട്ടെന്ന് എന്തോർത്ത പോലെ അവൾ ഫോൺ എടുത്ത് പപ്പ എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് കോൾ ചെയ്തു. മറുപുറത്ത് കോൾ അറ്റൻഡ് ആയതും അവൾ ഒരു പൊട്ടിക്കരച്ചിലോടെ അയാളെ വിളിച്ചു. പപ്പ. അവളുടെ കരച്ചിൽ കേട്ടതും അയാൾ അതിയായ വിഷമത്തോടെയും ടെൻഷനോടെയും അവളോട് കാര്യം തിരക്കി. എന്താടാ, എന്തിനാ പപ്പയുടെ മോൾ കരയുന്നത്? പപ്പ, എന്റെ കാശിയുടെ വിവാഹം കഴിഞ്ഞു പോയി പപ്പ. ഇനി എനിക്ക് അവനെ കിട്ടിയില്ല പപ്പ. ഇതും പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും കരയാൻ തുടങ്ങി. അവളുടെ കരച്ചിൽ കേട്ട് സഹിക്കാൻ പറ്റാതെ അയാൾ അവളോട് കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചു. അതിനു മറുപടി അവൾ ആകാശ് പറഞ്ഞെല്ലാം അയാളെ പറഞ്ഞു കേൾപ്പിച്ചു. എനിക്ക് സഹിക്കുന്നില്ല പപ്പ, ഞാൻ അത്രയും ആഗ്രഹിച്ചില്ല അവനെ. എന്നിട്ടും. കരയാതെടാ, പപ്പയുടെ മോള് സ്ട്രോങ് അല്ലേ, മോൾക്കറിയാലോ. എൻ്റെ മോൾ ആഗ്രഹിച്ചു ഒന്നും മോൾക്ക് കിട്ടാതിരുന്നിട്ടില്ലെന്ന്. എല്ലാം പപ്പ മോളുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ടില്ലേ, അതുപോലെ തന്നെ നിന്റെ കാശി ഞാൻ നിനക്ക് തന്നിരിക്കും. അയാൾ പറഞ്ഞു കേട്ട് അവളുടെ കണ്ണുകൾ വിടുന്നെങ്കിലും നിലയുടെയും കുഞ്ഞിൻ്റെയും കാര്യോർത്തും വീണ്ടും അത് ചുരുങ്ങി. എങ്ങനെ പപ്പ, അവൻ്റെ കല്യാണം കഴിയുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, അവന് കുഞ്ഞുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവൻ ഇനി എനിക്ക് എങ്ങനെ കിട്ടാനാ പപ്പ? പപ്പയുടെ ഏഞ്ചലാവുന്ന ഓർത്ത് ടെൻഷൻ അടിക്കുകയേ വേണ്ട, എല്ലാം പപ്പ നോയിക്കൊണ്ട്. ഇപ്പൊ തൽക്കാലം ആരും ഒന്നും അറിയാതെ പപ്പയുടെ മോള് സന്തോഷമായിട്ടിരിക്കണം. ആർക്കൊരു സംശയവും തോന്നാൻ പാടില്ല. പപ്പ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ മോൾക്ക്? ആൾ മോൾ നേരിട്ട് അയാൾ പുഞ്ചിരിച്ചു. എങ്കിൽ പപ്പയുടെ മോള് സമാധാനമായിട്ട് ഫ്രഷായി കുറച്ചു നേരം കിടക്ക്. അപ്പോഴേക്കും മൈൻഡെല്ലാം ഒന്ന് ഫ്രഷ് ആവും. അത് കഴിഞ്ഞ് പപ്പ വിളിക്കുമ്പോൾ പപ്പയുടെ പഴയ ഏഞ്ചലായിട്ട് വേണം സംസാരിക്കാൻ, മനസ്സിലായോ? അയാൾ പറയുന്നേട്ട് അവൾ പുഞ്ചിരിയോടെ ഓക്കെ പറഞ്ഞു. അത് കേട്ട് സന്തോഷത്തോടെ അയാൾ ഫോൺ കട്ട് ചെയ്ത് അയാളുടെ സീറ്റിലേക്ക് അമർന്നിരുന്നു. എൻ്റെ മോൾക്ക് അവൾ ആവശ്യപ്പെടുന്നൊന്നും ഇതുവരെയായിട്ടും ഞാൻ കൊടുക്കാതിരുന്നിട്ടില്ല കാശി. ഇപ്പം അവളുടെ ആവശ്യം നിന്നെയാണ്. നിന്നെ ഓർത്ത് അവൾ ഇന്ന് കണ്ണുനീര് പൊഴിച്ച്. അതെനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്ത് നിന്നെ ഞാൻ അവൾക്ക് നേടിക്കൊടുത്തിരിക്കും. അന്ന ദിവസം പിന്നെ തുഷാരക്കൊരു ഉത്സാഹം ഉണ്ടായിരുന്നില്ല. വന്ന സമയത്ത് കാശിയെ തന്നെ പ്രണയത്തോടെ നോക്കിയിരുന്ന അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ നിരാശയും വിഷമവും ദേഷ്യവും കൂടിക്കലർന്ന ഭാവമായിരുന്നു. കാശിയോടൊപ്പം നിലയെ കാണുമ്പോഴെല്ലാം അവൾ അവരിൽ നിന്ന് മുഖം തിരിക്കാൻ തുടങ്ങി. കാരണം അവർ ഒരുമിച്ച് കാണുന്ന ഓരോ നിമിഷവും അവൾക്ക് നിലയെ കൊല്ലാനുള്ള ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ അവൾ പരമാവധി അവരിൽ നിന്ന് മുഖം തിരിച്ച് ആകാശിൻ്റെ ഒപ്പം മാത്രം സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അത് കാണുന്ന ലക്ഷ്യുവിനെ എവിടെ നിന്നൊക്കെയോ വിറഞ്ഞു കയറുന്നുണ്ടായിരുന്നു. അവൾ അവരെ ഒരുമിച്ച് കാണുന്ന സമയത്തെല്ലാം ആകാശിനെ തറപ്പിച്ച് നോക്കി. അവിടെ നിന്ന് ചവിട്ടി തുള്ളിപ്പോ. അത് കാണുമ്പോൾ തന്നെ ആകാശി ചെകുത്താൻ കുരിശ് കണ്ട പോലെ വേഗം തുഷാരയുടെ അടുത്തുനിന്ന് ഓടി ഒളിക്കാൻ നോക്കും. എന്നാൽ തുഷാര അവനെ വിടാതെ പിടിച്ച് അവൻ്റെ കൂടെ തന്നെ നിഴൽ പോലെ നടക്കും. അതിനാൽ തന്നെ ആകാശിൻ്റെയും ലക്ഷ്യുവിൻ്റെയും കാര്യം എങ്ങുമെത്താതെ പോയിക്കൊണ്ടിരുന്നു. അവന് ലക്ഷ്യുവിനെ കണ്ടൊന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിലും തുഷാര എപ്പോഴും കൂടെയുള്ളതുകൊണ്ട് അതിനും പറ്റാത്ത അവസ്ഥയിലായി. അങ്ങനെ എല്ലാം കൊണ്ടും ഭ്രാന്തി പിടിച്ച അവസ്ഥയിലായിരുന്നു ആകാശ്. അതിനാൽ തന്നെ ഓരോ നിമിഷവും തുഷാരയ്ക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയ നിമിഷത്തെ അവൻ പ്രാഗിക്കൊണ്ടിരുന്നു. ഇതേ സമയം നിലയും കാശിയും തങ്ങളുടെ പ്രണയത്തിന്റെ ഓരോ നിമിഷവും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിലയ്ക്കിപ്പോൾ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് കാശിയോട് തോന്നുന്ന ഇഷ്ടത്തെപ്പറ്റി, പ്രണയത്തെപ്പറ്റി. അതിനാൽ തന്നെ അവൻ്റെ ഓരോ നോക്കിലും വാക്കിലും അവളുടെ കവിളുകൾ ചുവന്ന് തുടുത്തു. ചുണ്ടിൽ നാണത്തിന്റെ പുഞ്ചിരികളും അലയടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ കാശി അവളെ കാണുന്ന ഓരോ നിമിഷവും അവൾ അവനെ എല്ലാവർക്കിടയിൽ നിന്ന് വലിച്ചുകൊണ്ടായ കാര്യം പറഞ്ഞ് കളിയാക്കും. അത് കേൾക്കുമ്പോൾ തന്നെ അവൾക്കാകെ ചമ്മലവും നാണവും വരും. അതുകൊണ്ട് ഇപ്പോൾ അവനെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ അവൾ അടുത്ത വഴി രക്ഷപ്പെടും. അങ്ങനെ അന്നത്തെ ദിവസം പതിവ് പോലെ സന്തോഷത്തോടെ കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം തുഷാരയുടെ മൈൻഡ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു. അതിന് കാരണം അവിടെ പപ്പ തന്നെയായിരുന്നു. പപ്പ പകർന്നു നൽകിയ ആത്മവിശ്വാസം കൊണ്ട് അവൾ എല്ലാവർക്കും മുമ്പിലും പഴയ തുഷാരയായി മാറി. അതിനാൽ തന്നെ ഹാളിൽ കൂടിയിരിക്കുന്നവർക്കൊപ്പം അവളും കൂടി. ആ സമയത്താണ് ജോയലും കുടുംബം അവിടെ കയറി വന്ന്. അവരെ കണ്ടത് രഘുരാമും ബാക്കി മുതിർന്നവരും അവർ വീട്ടിലേക്ക് ക്ഷണിച്ചിരുത്തി. എന്താങ്കിള് മുന്നറിയിപ്പൊന്നുള്ള പെട്ടെന്നൊരു വരവ്, ഇവനൊന്നും വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. കാശി പുഞ്ചിരിയോടെ ജോയലിന്റെ പപ്പയോട് ചോദിച്ചതും അയാൾ രഘുറാമിനെ നോക്കി. അതിനുശേഷം കാശിയെ നോക്കി ചിരിച്ചു. മുന്നറിയിപ്പൊന്നും ഇല്ലാതല്ലടാ മോനെ, ദേ ഈ ഇരിക്കുന്ന നിന്റെ അച്ഛൻ വിളിച്ചിട്ട് തന്നെ ഞങ്ങൾ വന്ന്. അയാൾ പറയുന്ന കേട്ട് കാശി തന്റെ അച്ഛനെ നോക്കി. അയാളുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. അത് കണ്ട് അവൻ സംശയത്തോടെ അയാളെ നോക്കി. എന്താ സാർ, എന്താ കാര്യം? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അതിന് പറയാൻ നിന്നെ ഒന്ന് കണ്ടിട്ടുണ്ടടാ മോനെ. എപ്പോ നോക്കിയാലും എൻ്റെ മോളുടെ പിന്നാലെയല്ലേ നിന്നെ നടത്താം. പിന്നെ എങ്ങനെയാ മോനെ അച്ഛൻ നിന്നോട് കാര്യങ്ങൾ പറയാ? അയാളൊരു കുസൃതി ചിരിയോടെ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. കാശി പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ലാതെ ഇതൊക്കെ എന്ത് എന്ന ഭാവത്തിൽ അയാളെ നോക്കി ചിരിച്ച് ഒരു ചെറു പുഞ്ചിരിയോടെ നിലയെ നോക്കി. അവിടെ ചമ്മലുകാരൻ ആരെയും നോക്കാൻ നിൽക്കുകയായിരുന്നില്ല. അതുകൊണ്ട് അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവളോടായി പറഞ്ഞു. നീ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ചമ്മുന്നത്? നിന്റെ കെട്ടിയോനല്ലേ നിന്റെ പിന്നാലെ നടക്കുന്നത്, അല്ലാതെ വഴി കൂടെ പോകുന്നവരൊന്നല്ലല്ലോ. ഇവർക്കൊക്കെ കാണുമ്പോൾ കുശുമ്പുത്തുന്നുണ്ടാവും. അതുകൊണ്ടാ നമ്മളെ വെറുതെ കളിയാക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പെണ്ണ് ചമ്മണ്ട കേട്ടോ. കാശി പറയുന്ന കേട്ട് നില കണ്ണുമിഴിച്ച് അവനെ നോക്കി. അവളുടെ നോട്ടം കണ്ട് അവൻ എന്താണെന്ന് ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്ന് ചുമല് കൂച്ചി. ഇവരുടെ ഈ കളിയെല്ലാം കണ്ട് മറ്റുള്ളവരുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയായിരുന്നെങ്കിൽ തുഷാരയുടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്ന തികച്ചും നിരാശയും ദേഷ്യവും സങ്കടവുമായിരുന്നു. എൻ്റെ മോനെ നീ കുറച്ചു നേരം എൻ്റെ മോൾക്ക് സ്വസ്ഥത കൊടുക്ക്. അത് അവിടെ കുറച്ചു നേരം ഒറ്റക്കൊന്ന് ഇരുന്നോട്ടെ.
രഘുറാം കാശിയോട് ഇത് പറഞ്ഞു. അവൻ അയാളെ നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ട് നിലയുടെ കയ്യും പിടിച്ചൊരു സോഫയിലേക്ക് ഇരുന്നു. അത് കണ്ട് എല്ലാവരുടെ മുഖത്തുണ്ടായിരുന്ന ചിരിക്ക് കുറച്ചുകൂടി മാറ്റുകൂടി. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഉള്ള നിലക്ക് എന്തിനാ ഞാൻ ഇവരെല്ലാം വിളിച്ചു വരുത്തുന്ന കാര്യം പറയാം. ജോയിന്റെയും നിളമോളുടെയും മാത്രമേ ഇപ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നീതമോളുടെയും ധീരജിന്റെയും നടത്തണം. അത് നമ്മൾ വാക്കാലെ പറഞ്ഞു വെച്ചിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് അത് എന്ന് നടത്താമെന്നതിനെ കുറിച്ച് തീരുമാനിക്കാനാ ഞാൻ എല്ലാവരെയും വിളിച്ചു വരുത്തിയത്. അയാൾ പറഞ്ഞു കേട്ടതും എല്ലാവരും അതിനോട് യോജിച്ചുകൊണ്ടുള്ള സമ്മതമറിയിച്ചു. ശ്രീദേവിയുടെയും രാഘവിന്റെ അഭിപ്രായം എന്താ? നിങ്ങളുടെ മോന്റെ വിവാഹകാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടാവില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. ഏട്ടൻ തന്നെ തീരുമാനിച്ചോളൂ ഏട്ടാ. ഞങ്ങൾക്ക് എപ്പോഴത്തേലും സമ്മതം. ഇത് പിന്നെ ഒരു എൻഗേജ്മെന്റ് അല്ലേ. അതൊരു നല്ല മുഹൂർത്തം നോക്കി അടുത്ത ബന്ധുക്കളൊക്കെ വിളിച്ചറിയിക്കുന്ന ദൗത്യം മാത്രമേ നമുക്കുള്ളൂ. ബാക്കിയുള്ളതെല്ലാം കുട്ടികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. പിന്നെ വിവാഹമാകുമ്പോൾ നമുക്ക് എല്ലാവരുടെയും അഭിപ്രായം നോക്കി വേണ്ട പോലെ ചെയ്യായേട്ടാ. രാഘവും ശ്രീദേവി ഒരേ സ്വരത്തിൽ പറഞ്ഞു. അയാൾ തന്നെ തിരുമേനിയെ വിളിച്ച് നാളുകൾ പറഞ്ഞു കൊടുത്ത് മുഹൂർത്തത്തെക്കുറിച്ച് ചോദിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ഞായറാഴ്ച എൻഗേജ്മെന്റ് നടത്താൻ തീരുമാനമായി. ഡേറ്റ് ഫിക്സ് ചെയ്തു. എല്ലാവരും കൂടി നിതയും നീരജിനെയും പൊതിഞ്ഞു. പിന്നെ അവിടെ അവരെ കളിയാക്കലും എൻഗേജ്മെന്റ് എങ്ങനെ വേണമെന്നുള്ള സജഷൻ ചോദിക്കലൊക്കെയായി ആകെ ബഹളവും ആഘോഷവുമായി. ആ സമയത്താണ് അവരെല്ലാം നോയിക്കൊണ്ടൊരു ഭാഗത്ത് മാറിയിരിക്കുന്ന തുഷാരിയുടെ കണ്ണുകൾ ഹാളിൽ ബേബി ക്രാഡിൽ കിടന്ന് കളിക്കുന്ന കുഞ്ഞിപ്പെണ്ണിൽ പതിഞ്ഞത്. അവൾക്ക് ആദ്യം കുഞ്ഞിപ്പെണ്ണിനെ കണ്ട് അതിയായ ദേഷ്യം തോന്നിയിരുന്നു. കാരണം കാശിയുടെ അംശത്തെ തന്റെ ഉദരത്തിൽ ചുമക്കണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് നിലയിൽ കാശിക്ക് ജനിച്ച കുഞ്ഞായതുകൊണ്ട് അവൾ കുഞ്ഞിപ്പെണ്ണിൽ നിന്ന് ദേഷ്യത്തിൽ കണ്ണുകൾ വെട്ടിച്ചു. എന്നാൽ പെട്ടെന്നാണ് അവളുടെ കണ്ണുകൾ വീണ്ടും കുഞ്ഞിപ്പെണ്ണിലേക്ക് തന്നെ പോയത്. അവൾ കുറച്ചു നേരം കുഞ്ഞിപ്പെണ്ണിന്റെ ആ നീലമിഴികൾ തന്നെ കുടുങ്ങി നിന്നു. അവൾക്കത് കണ്ട് ശരിക്കും കാശിയെ കാണുന്ന പോലെ തോന്നി. അതിനാൽ തന്നെ അവൾ ഇരിക്കുന്നിടന്ന് എഴുന്നേറ്റ് പതിയെ കുഞ്ഞിപ്പെണ്ണിന്റെ അടുത്തേക്ക് ചുവട് വെച്ചു. ആ സമയം അവൾ അത് നിലയുടെയും കാശിയുടെയും കുഞ്ഞാണെന്നോ തന്റെ ഭാഗ്യം തട്ടിയെടുത്തവളാണെന്നോ ഒന്നും ഓർത്തിരുന്നില്ല. അവളുടെ മനസ്സിൽ കാശിയുടെ ആ നീലക്കണ്ണുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ അവൾക്ക് കുഞ്ഞിപ്പെണ്ണിനൊന്ന് എടുക്കണമെന്ന് തോന്നി. അതിനുവേണ്ടി അവൾ തന്റെ കൈ കുഞ്ഞിപ്പെണ്ണിന്റെ അടുത്തേക്ക് കൊണ്ടുപോയതും കുഞ്ഞിപ്പെണ്ണ് ആ നീലക്കണ്ണുകൾ വെച്ച് തുഷാരയെ കൂർപ്പിച്ച് നോക്കി. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതിരുന്ന തുഷാര അവൾ എടുക്കാൻ തുനിഞ്ഞതും ഒറ്റ കരച്ചിൽ. അവൾ തുഷാരയെ പേടിപ്പിച്ച് അവളുടെ അടുത്തുനിന്നും മാറ്റി. ആ സമയം കുഞ്ഞിപ്പെണ്ണിന്റെ കരച്ചിൽ കേട്ടത് എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി. കരയുന്ന കുഞ്ഞിപ്പെണ്ണിനെ എടുത്ത് പേടിച്ച് നിൽക്കുന്ന തുഷാരയെ കണ്ട് ആർക്കും കാര്യം മനസ്സിലായില്ല. എന്നാൽ അവിടെ നിന്ന് എല്ലാം കണ്ട് പൊട്ടിച്ചിരിക്കുന്ന ആകാശിനെ കണ്ടതും എല്ലാവരുടെയും നോട്ടം അവനിലേക്കായി. എന്തിനാണോ നിന്ന് ചിരിക്കുന്നത്? കുഞ്ഞിപ്പെണ്ണ് കരയുന്ന കണ്ടിട്ടാണോ? രേഖാമ ആകാശിന്റെ കയ്യിൽ തള്ളിക്കൊണ്ട് ചോദിച്ചു. അവൻ അല്ലെന്ന് തലയാട്ടി പിന്നെയും ചിരിച്ചു. അവന്റെ ചിരി നോക്കിക്കൊണ്ട് തന്നെ കാശി വേഗം കുഞ്ഞിപ്പെണ്ണിനെടുത്തു. അതോടെ അവിടെ കരച്ചിൽ നിന്നു. അത് കണ്ട് കാശി തന്നെ അവളെ എടുത്ത് ആകാശിന്റെ അടുത്തേക്ക് വന്നു. എന്തിനാണെന്ന് കിണിച്ചിരിക്കുന്നത്? എന്താ സംഭവിച്ചത്? എന്തിനാ മോള് പെട്ടെന്ന് കരഞ്ഞ്? കാശിയുടെ ചോദ്യം കേട്ട് ആകാശിന്റെ കണ്ണുകൾ തുഷാരയുടെ നേരെ പോയി. അത് കണ്ട് കാശി അവളെ രൂക്ഷമായി നോക്കി. അവന്റെ നോട്ടം കണ്ട് അവൾ പേടിച്ച് തലതാഴ്ത്തി. പറയടാ, എങ്ങനെയാ മോള് കരഞ്ഞേ? എടാ, ഇന്ന് നിന്റെ മോള് സ്ഥിര ഏർപ്പാട് തന്നെയാ. അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു അടുത്ത് വന്നപ്പോൾ അവൾ കരഞ്ഞ് പേടിപ്പിച്ച് അവരെ ഓടിച്ചു. ഇന്നത്തെ അവളുടെ ഇര തുഷാരയായിരുന്നു എന്ന് മാത്രം. അതെങ്ങനെയാ? അച്ഛൻ്റെ മോള് ഇങ്ങനെയൊക്കെ നടന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ടവൻ തുഷാര കുഞ്ഞിപ്പെണ്ണിനെ എടുക്കാൻ വന്നും കുഞ്ഞിപ്പെണ്ണ് അവളെ കൂർപ്പിച്ച് നോക്കിയതും അത് കാണാ തുഷാര എടുക്കാൻ നിന്നും അതിനെ തുടർന്ന് കുഞ്ഞിപ്പെണ്ണ് കരഞ്ഞുമെല്ലാം പറഞ്ഞു. അത് കേട്ട് എല്ലാവരും തുഷാരയെ നോക്കി ചിരിച്ചു. അത് അവൾക്ക് വല്ലാത്ത അപമാനം പോലെ തോന്നി. അതുകൊണ്ട് അവൾ അധികം അവിടെ നിൽക്കാതെ എല്ലാവരെയും നോക്കി ചിരിച്ചെന്ന് വരുത്തി വേഗം മുറിയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞതും തുഷാര തന്റെ അടുത്തെങ്ങുമില്ലെന്ന സമാധാനത്തിൽ ലച്ചുവിനെ കണ്ട് അവളെ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ തക്കം പാർത്ത് നടക്കുകയായിരുന്നു. ആകാശ് അതിന് വഴി തെളിച്ചോളമായിരുന്നു. ലച്ചു ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയായി വന്നു. അത് കണ്ടത് ആകാശ് അവൻ ഇട്ടിരുന്ന ഷർട്ടും ട്രാക്ക് പാൻറ്റും മാറ്റി വേറൊരു ഷർട്ടും ജീൻസും എടുത്തിട്ടത്. കാറിന്റെ കീയും ഫോൺ എടുത്ത് മുറിയിൽ നിന്നും ചാടി ഇറങ്ങി വന്നു. അപ്പോഴേക്കും ലച്ചു എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. ആ സമയം അവൻ ഒന്നും അറിയാത്ത പോലെ ഹാളിലേക്ക് ധൃതിയിൽ നടന്നു വന്നു. അത് കണ്ട് എല്ലാവരും അവനെ നോക്കി. നീ എങ്ങോട്ടാ അച്ചു? അത് ഞാൻ ഓഫീസിൽ നോക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ഫയൽസ് എടുക്കാൻ പോവാ. അതിന് നോക്കാനുള്ള ഫയൽസ് എല്ലാം ഞാൻ ഇന്നലെ വൈകിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാണല്ലോ. പിന്നെ ഏത് ഫയൽ എടുക്കാനാണ് നീ പോകുന്നത്? കാശി ആകാശിനോട് ചോദിച്ചു. ആകാശ് അവനെ നോക്കി പല്ലടിച്ചു. സമ്മതിക്കൂല, അല്ലടാ പുല്ലേ. ആകാശിന്റെ ലിപ് മൂവ്മെന്റിൽ നിന്ന് കാര്യം മനസ്സിലായതും കാശി പോകാൻ വേണ്ടി നിൽക്കുന്ന ലച്ചുവരെ നോക്കി. അപ്പൊ തന്നെ അവന് ഏകദേശം കാര്യം മനസ്സിലായി. അതുകൊണ്ട് അവൻ തന്നെ അതിനുള്ള പരിഹാരവും കണ്ടു. ആ കൈലാസ് കമ്പനിയുടെ ഫയൽ ഞാൻ എടുക്കാൻ പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ നീ പോയി എടുത്തിട്ട് വാ. അല്ല, ലച്ചു ആ വഴിക്കല്ലേ പോന്ന്? അപ്പൊ നിന്നെ അച്ചു ഹോസ്പിറ്റലിലേക്ക് ആയിത്തരും. അവൻ്റെ കൂടെ പോയാൽ മതി കേട്ടല്ലോ. അച്ചു ഇവളാക്കിയിട്ട് നീ പോയാൽ മതി കേട്ടോ. കാശി ലച്ചുവിനെ ആകാശിനെയും നോക്കി ഗൗരവത്തോടെ ഇത് പറഞ്ഞു. ആകാശി ദൈവത്തെ നേരിട്ടേണ്ട പോലെ കാശിയെ തിളങ്ങുന്ന കണ്ണുകളാൽ ആരാധനയോടെ നോക്കി. നീ പൊന്നപ്പനല്ലടാ തങ്കപ്പനാ കാശി, തങ്കപ്പൻ. ആകാശ് അത്യധികം സന്തോഷത്തോടെ കാശിയുടെ അരികിൽ ചേർന്ന് നിന്ന് പറഞ്ഞു. കാശി അവനെ അടിമുടിയെന്ന് നോക്കി. പൊന്നപ്പനും തങ്കപ്പനും ഇപ്പൊ ചെല്ല്. എൻ്റെ പെങ്ങളുടെ കൂടെ അല്ലേ നിന്റെ പോക്ക്? തിരിച്ചു വരുമ്പോ ഈ പൊന്നപ്പം മുക്കുകൊണ്ടാവാതെ നോയിക്കോ.
കാശി പറയുന്ന കേട്ട് അത്ര നേരം CF ലൈറ്റ് പോലെ തിളങ്ങിയവൻ ഒറ്റയടിക്ക് ഫ്യൂസ് പോയ ബൾബ് പോലെയായി. അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ആകാശ് അതോർത്തുകൊണ്ട് ലച്ചുവിനെ നോക്കി. അവിടെ തന്നെ തറപ്പിച്ച് നോക്കി നിൽക്കുന്നവളെ കണ്ട് അവൻ സ്വയം തലയാട്ടി. ചിലപ്പോൾ സംഭവിക്കാനുള്ള നല്ല ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ദൈവമേ, എന്നെ നീ തന്നെ കാത്തോളണേ. ആകാശ് മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങി. അവൻ പോകുന്നുണ്ട് ലച്ചു എല്ലാവരെയും നോക്കി ചിരിച്ച് യാത്ര പറഞ്ഞ് അവൻ്റെ പുറകെ ചവിട്ടിത്തുള്ളി പോയി. അവൾ പുറത്തെത്തുമ്പോഴേക്ക് ആകാശ് കാറുമായി എൻട്രൻസ് വന്ന് നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ അവനെ ഒന്ന് തറപ്പിച്ച് നോക്കി കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു. അവൾ കയറിയെന്ന് കണ്ടതും അവൻ വണ്ടി മുന്നോട്ടെടുത്തു. പോകുന്ന വഴി മുഴുവൻ ആകാശ് ലച്ചുവിനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അവനെന്നൊരാൾ അവിടെ ഉണ്ടെന്ന് പോലും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. അതുകൊണ്ട് അവസാന വഴിയെന്നോണം അവൻ വണ്ടിയുടെ ഭാഗത്തേക്ക് ഒതുക്കി നിർത്തി. ലച്ചു, എന്നെ നോക്ക്. അവൻ പറഞ്ഞിട്ട് ലച്ചു തിരിഞ്ഞ് അവൻ അടിമുടിയെ നോക്കി. എന്നിട്ട് വീണ്ടും തിരിഞ്ഞിരുന്നു. അത് കണ്ട് അവൻ അവളെ മനസ്സിൽ നന്നായി സ്മരിച്ചു. പിന്നെ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് തൻ്റെ ആവശ്യമായി പോയതുകൊണ്ട് അവൻ വീണ്ടും അവളോട് സംസാരിക്കാൻ തുടങ്ങി. പ്ലീസ് ലച്ചു, ഞാൻ പറയുന്നു കേൾക്ക്. എന്നാൽ ഇപ്രാവശ്യം അവൻ പറഞ്ഞ് കേട്ടെന്നുപോലും നടിക്കാതെ അവൾ അങ്ങനെ തന്നെ ഇരുന്നു. അതുകൊണ്ട് ആകാശ് ദീർഘമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അവളുടെ ഇരുകൈകളും തൻ്റെ കൈകളാൽ കൂട്ടിപ്പിടിച്ചു. ലച്ചു, തുഷാര, അവൾ ഞങ്ങളുടെ കൂട്ടുകാരിയല്ലേടോ. പോരാതിന് ആദ്യമായിട്ട് അവൾ നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ എങ്ങനെയാണ് അവളെ ഞങ്ങൾ മാറ്റി നിർത്തുക? ഞാൻ പറഞ്ഞില്ലല്ലോ മാറ്റി നിർത്താൻ. ആൾ പിടിച്ച് നിങ്ങളെ മടിയിലിരിക്കോ. എന്താ ലച്ചു നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അവൾ എൻ്റെ ഫ്രണ്ടിൻ്റെ സ്ഥാനത്താണ് കാണുന്നത്. അതുപോലെ തന്നെ അവൾക്കും. അങ്ങനെയുള്ളപ്പോൾ അവളെൻ്റെ അടുത്ത് കുറച്ച് ഫ്രീഡം എടുത്തതിനാണോ താൻ ഇങ്ങനെ പറയുന്നു പ്രവർത്തിക്കുന്നു? ഞാനെന്താ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകാനും പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം. എനിക്ക് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. അതുപോലെ ഫ്രണ്ട്ഷിപ്പിന് അതിൻ്റെതായ മൂല്യം കൊടുക്കുന്നവളാണ് ഞാൻ. എന്നാൽ എനിക്കെന്തുണ്ടോ തുഷാരി അവളുടെ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്നില്ല. അവിടെ ഈ വരവിന് പിന്നിൽ എന്തോ ഒരു ഉദ്ദേശമുള്ള പോലെ എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ അതിൻ്റെ തോന്നലായിരിക്കാം. അതുകൊണ്ടായിരിക്കും എനിക്ക് അവളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. എൻ്റെ ലച്ചു ഇതാണോ കാരണം? എങ്കിൽ താൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. തുഷാര യാതൊരു വിധത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കില്ല. കാരണം അവൾ അങ്ങനെയുള്ളൊരു പെൺകുട്ടിയല്ല. പിന്നെ അവൾ ഫോളോ ചെയ്തെന്ന കൾച്ചർ കാരണമാണ് അവൾ ഞങ്ങളുടെ അടുത്ത് ഓവർ ഫ്രീഡം എടുക്കുന്നൊക്കെ. അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. വേണ്ട, നിങ്ങൾ കുറ്റം കുറവൊന്നും പറയണ്ട. ലച്ചു വീണ്ടും ടെറർ മൂഡിലേക്ക് പോകുന്നുണ്ടതും ആകാശ് ദയനീയമായി അവളെ നോക്കി. ദൈവമേ, ശങ്കരൻ വീണ്ടും തെങ്ങുമ്പോൾ കയറിയോ? ആ വിഷയം വിട്ടേക്ക് ലച്ചു. അവൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകും. അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ നമ്മൾ വെറുതെ വഴക്കിടണ്ട. പിന്നെ അവൾ പോകുന്നവരെ അവൾ ഞങ്ങളുടെ അടുത്ത് ഓവർ ഫ്രീഡം എടുക്കുന്നതിൽ നിന്നും ഞാൻ അവളെ തടഞ്ഞുകൊണ്ട്. അതുപോലെ അത്രയും കേട്ടതും ലച്ചുവിൻ്റെ മുഖമൊന്ന് തെളിഞ്ഞു. ആ ഗ്യാപ്പിൽ തന്നെ ആകാശി വിവാഹക്കാരി എടുത്തിട്ടു. അല്ല ലച്ചുടാ, നമ്മൾ പരസ്പരം ഇഷ്ടത്തിലായ സ്ഥിതിക്ക് ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് ഒരു പ്രപ്പോസലായിട്ട് നിന്റെ വീട്ടിലേക്ക് വരട്ടെ. അതെന്താ ഇത്ര പെട്ടെന്ന് അങ്ങനെ ഒരു ചിന്ത? പെട്ടെന്നും നല്ല ലച്ചുട്ടാ, ഈ ചിന്ത തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. പക്ഷെ പറയാൻ പറ്റിയ ഇപ്പോഴാണെന്ന് മാത്രം. പിന്നെ ഇപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നിന്റെ വീട്ടുകാർക്കും സമ്മതമാണെങ്കിൽ നമ്മുടെ എൻഗേജ്മെൻറ്റ് നിധിയുടെയും ധീരജിൻ്റെ ഒപ്പം നടത്താമല്ലോ. എങ്ങനെയുണ്ട് ഐഡിയ? നല്ല ബെസ്റ്റ് ഐഡിയ. പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല. അതെന്താ? എൻ്റെ അച്ഛനാരാണെന്നറിയോ? ഇന്ത്യൻ പ്രധാനമന്ത്രിയാണോ? അല്ലേടോ, അമേരിക്കൻ പ്രസിഡന്റ്. എന്തേ? സോറി, യു കണ്ടിന്യൂ ലച്ചുട്ടാ. എൻ്റെ അച്ഛൻ റിട്ടയർഡ് മിലിറ്ററി ഓഫീസറാ. അതിനെന്താ കുഴപ്പം? റിട്ടയർ ആയതുകൊണ്ട് അച്ഛൻ വീട്ടിലുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ യുദ്ധഭൂമി പോയി പെണ്ണി ചോദിക്കേണ്ടി വന്നേനെ. ഹോറിബിൾ. അങ്ങനെയെങ്ങാനും സംഭവിച്ചിരുന്നെങ്കിലേ തീവ്രവാദികളുടെ ആർമിയുടെ യുദ്ധത്തിനിടയിൽ പെട്ടുപോയനെ നമ്മുടെ പ്രണയം. ആകാശ് അങ്ങനെ ഒരു ഓളത്തിൽ പറഞ്ഞു പോകുമ്പോഴാണ് എന്തോ കടിച്ചു പൊട്ടിക്കുന്ന ശബ്ദം കേട്ട്. അത് കേട്ട് അവൻ തൻ്റെ സൈഡിലേക്ക് നോക്കി. അപ്പോഴാണ് അവിടെ തന്നെ നോക്കി ദേഷ്യത്തിൽ പല്ല് കടിച്ചു പൊട്ടിക്കുന്ന ലച്ചുവിനെ കണ്ടത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.